ഹായ് ഹലോ. ഇന്നെന്താ പരിപാടി എന്നല്ലേ? ഇന്ന് എൻ്റെ കുറേ കാലത്തെ ഒരാഗ്രഹം ഞാൻ സാധിക്കാൻ വേണ്ടി പോവാണ്. ഭയങ്കര വലിയ കാര്യമൊന്നുമല്ല, ഒരു കുഞ്ഞു കാര്യമാണ്. പക്ഷേ എന്താ പറയുക, ഒരു 10th സ്റ്റാൻഡേർഡ് തൊട്ടുള്ള ഒരു ആഗ്രഹമാണ്. പക്ഷെ ആ സമയത്തൊക്കെ ഇത് പറഞ്ഞു തരാനോ അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യത്തിന് ഹെൽപ്പ് ചെയ്യാനോ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പം എൻ്റെ ലൈഫിലൊരു മെയിൻ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇപ്പം ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്തെടുത്താലേ ഹാപ്പി ആവുള്ളൂ എന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യുമ്പോഴാണേലും ഐ ആം പ്രിറ്റി മച്ച് ഹാപ്പി. അപ്പോൾ ഇപ്പം വലിയ കാര്യം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പറ്റണ പോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്ത് ലൈഫിൽ ചെയ്യാൻ ആഗ്രഹിച്ച കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു എന്താ പറയുക, ലൈഫ് മോട്ടോ എന്നൊക്കെ പറയുന്ന പോലെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് പോകുന്നത്, ഇന്ന് ഞാൻ ഒരു 3rd 4th സ്റ്റാൻഡേർഡ് തൊട്ടിട്ട് പാട്ട് പഠിക്കുന്നുണ്ട്. പക്ഷേ ഒരു 10th 11th വരെയൊക്കെ പഠിച്ചിട്ടുള്ളൂ ക്ലാസിക്കൽ മ്യൂസിക്. അത് കഴിഞ്ഞിട്ട് പിന്നെ വല്ലപ്പോഴും ഇങ്ങനെ പാടും എന്നല്ലാണ്ട് അങ്ങനെ പ്രാക്ടീസ് ഒന്നുമില്ല. പക്ഷേ എനിക്ക് എപ്പോഴും ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ സൗണ്ട് സ്റ്റുഡിയോയിൽ എങ്ങനെ ഉണ്ടാവുമെന്ന് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റുഡിയോ ഒക്കെ റെഡിയാക്കി ബുക്ക് ചെയ്ത് നമ്മൾ പോവാണ്. ഇതിനെന്നെ ഹെൽപ്പ് ചെയ്തത് എൻ്റെ അനിയൻ്റെ ഫ്രണ്ടാണ്, പ്രണവാണ് എന്നെ ഇതിലേക്ക് മോട്ടിവേറ്റ് ചെയ്ത് എന്നെ ഓക്കെ ചേച്ചി നമുക്ക് റെക്കോർഡ് ചെയ്യണം എന്നുള്ളൊരു രീതിയിലേക്ക് അവൻ എന്നെ കൊണ്ടുവന്നു. അപ്പം ഇന്ന് എൻ്റെ റെക്കോർഡിങ് വിശേഷങ്ങളാണ്. അധികമൊന്നും ഉണ്ടാവില്ല, അവിടെ എന്തൊക്കെയാണ് എന്താണെന്നുള്ളത് ഞാനും ക്യൂരിയസ് ആണ്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്കും കാണിക്കാമെന്ന് വിചാരിച്ചു. കുറച്ചെങ്കിലും പാടാൻ അറിയുന്ന ഒരാളാണെങ്കിൽ ആൾക്ക് എന്തായാലും ഒരു ആഗ്രഹം ഉണ്ടായിട്ടുണ്ടാവും, ലൈക്ക് സ്റ്റുഡിയോയിൽ പോയിട്ടൊന്ന് നമ്മുടെ വോയിസ് എങ്ങനെ ഉണ്ടാവും എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് ടൈം സ്റ്റുഡിയോ എങ്ങനെയായിരിക്കും, എന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നേരെ പോയി കാണാം. പിന്നെ കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ വോയിസ് കുറവാന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ മൈക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഇപ്പോൾ സൗണ്ട് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മ്യൂസിക് വ്ളോഗാണ്. വെൽക്കം ടു എ ന്യൂ വ്ളോഗ്. ഞാനിന്ന് പോകുന്നത് അമല മീഡിയ ഹൗസിലാണ്. വൺ ഓഫ് ദ എന്താ പറയുക, അടിപൊളി സ്റ്റുഡിയോ ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഇതൊക്കെ പ്രണവാണ് അറേഞ്ച് ചെയ്തതെന്ന്. റെക്കോർഡിംഗ് ഷൂട്ട് കണ്ടിട്ട് എനിക്കും ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു. എനിക്കറിയാം ഞാൻ തന്നെ ബുക്ക് ചെയ്ത് പോയതെന്ന്. പക്ഷേ അത് കാണുമ്പോഴും ഇതൊക്കെ ഒന്ന് ആദ്യമായിട്ട് കാണുമ്പോഴാണേലും നമുക്കുണ്ടാവുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അത് വേറെ തന്നെയായിരുന്നു. അപ്പം ബേസിക്കലി നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൊരു സംഭവമാണ്. അപ്പം ഇവിടെയാണ് മെയിൻ എൻജിനീയർ, സൗണ്ട് പ്രൊഡ്യൂസറും എല്ലാവരും ഇരിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മൾ റെക്കോർഡിംഗ് സ്യൂട്ട് എന്നാണ് നമ്മൾ പാടുന്നത്, അതാണ് മെയിൻ. അങ്ങനെ ഒന്ന് എന്താ പറയുക, ഒരു ദീർഘശ്വാസമൊക്കെ എടുത്ത് ഞാനും കുറേ ടെൻസ്ഡ് ആയിരുന്നു. പക്ഷെ നമ്മൾ മെല്ലെ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്തു. മഴ കാത്തു കഴിയുന്ന മനസ്സിൻ്റെ വേഴാമ്പൽ. ഗ്യാപ്പ് ഇടാൻ പറ്റണില്ലല്ലോ, ഒരു ശ്വാസം വിളിക്കാൻ ഒരു ഗ്യാപ്പ്. അത്യാവശ്യം നല്ല സമയം തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് എനിക്ക് 2 സോങ് ഉണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് നമ്മൾ ഓൾമോസ്റ്റ് 2 hours എടുത്തു അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ ഉണ്ടായിരുന്നത് എനിക്ക് അജയാണ്. അജയ് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. കാരണം അവർ വീണ്ടും വീണ്ടും നമുക്ക് കറക്ഷൻ ആണെങ്കിലും എല്ലാം നമ്മളെ വീണ്ടും വീണ്ടും പാടിച്ച് നമ്മളെ കൊണ്ട് ആ ഒരു നല്ലൊരു ഔട്ട് കിട്ടാൻ വേണ്ടി അവർ നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതൊരു ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമ്മൾ എന്താ പറയുക, എനിക്ക് ആദ്യം ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടാണ് ഞാൻ പാടിയെങ്കിലും വോയിസൊക്കെ ഭയങ്കര ക്രാക്കായി, അങ്ങനത്തെ ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവർ വെള്ളം കൊണ്ട് തന്നു, പിന്നെ നമ്മളെ കംഫർട്ടബിളാക്കി, നമ്മളെ കൊണ്ട് കംപ്ലീറ്റ് പാടിക്കും. ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ ഞാനെപ്പോഴും ഇനിയോ ഞാൻ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ എന്താണെങ്കിലും അമല മീഡിയയിൽ തന്നെ ചെയ്യുള്ളൂ. ആൻഡ് ദേ മെയ്ഡ് മീ പ്രിറ്റി കംഫർട്ടബിൾ. ഒരു ബിഗിനർ എന്നുള്ള, അതായത് ഐ എം നോട്ട് എ പേഴ്സൺ ഹൂ ഹാവ് ലൈക്ക് കുറേ പ്രാക്ടീസൊക്കെ ഉള്ള ഒരാളല്ല. അപ്പം അതൊക്കെ അവർ കൺസിഡർ ചെയ്ത് അവർക്കും നല്ല എന്താ പറയുക സപ്പോർട്ട് ചെയ്ത് അവർ നിന്നായിരുന്നു. അപ്പോൾ ഐ വാസ് പ്രിറ്റി മച്ച് ഹാപ്പി വിത്ത് ദിസ്. ആൻഡ് 2 മണിക്കൂറിൽ നമ്മളത് കംപ്ലീറ്റ് ചെയ്തു. സോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നല്ലേ.
റെക്കോർഡിങ് ഒരു എന്താ പറയുക, ഒരു വേറെ തന്നെ എക്സ്പീരിയൻസ് ആണ്. അതായത് നമുക്ക് ഇപ്പം നന്നായിട്ട് പ്രാക്ടീസൊക്കെ ചെയ്ത് സ്ഥിരമായിട്ട് പാടുന്ന ഒരാളാണെങ്കിൽ പെട്ടെന്ന് പോയിട്ട് റെക്കോർഡ് ചെയ്ത് വരാം. ഇപ്പം എന്നെപ്പോലെ വല്ലപ്പോഴും ഇങ്ങനെ ഒരു ആഗ്രഹത്തിൻ്റെ പുറമെയൊക്കെ പാടുന്ന ആൾക്കാരാണെങ്കിൽ ബി പ്രിപ്പയർഡ് ടു ലൈക്ക്, ഇപ്പോൾ തന്നെ എൻ്റെ സൗണ്ട് ഇതായി പോയിട്ടുണ്ട്, അടഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും 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 പാടേണ്ടി വരും. അതായത് വൃത്തിയായിട്ടൊരു സാധനം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചുമ്മാ എന്തെങ്കിലും റെക്കോർഡ് ചെയ്ത് വരാനാണെങ്കിൽ നമ്മൾ സ്റ്റുഡിയോ പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എൻ്റേത് ഏകദേശം 2 hours എടുത്തു ഒന്ന് 2 പാട്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ 2 പാട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഫൈനൽ ഔട്ട് വന്നിട്ട് ഇൻസ്റ്റഗ്രാമിലുണ്ടാവും. ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇവിടെ ടാഗ് ചെയ്യാം, നിങ്ങളെല്ലാവരും കയറി നോക്കണം, ഫോളോ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടൊരു സമയം കണ്ടിട്ട് പോയി ചെയ്യുക. ഭയങ്കര സന്തോഷം, നമുക്ക് അതിൽ നിന്നൊരു ഹാപ്പിനെസ് കിട്ടാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. ദാറ്റ്സ് ഇറ്റ്. ഇതാണ് ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗായിരുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.